ദാണ്ടുള്ള കാര്യം അങ്ങ് പറയാല്ല, കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരാലോചനയാ. അതും ഗവൺമെന്റ് ജോലിക്കാരന്റെ. ഈ 2 വർഷമൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് നിന്നൊക്കെ ഇതിനേക്കാളും നല്ല ആലോചന കിട്ടുമോ? അതെന്തോ അമ്മ, ഇവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കിട്ടുന്നവർക്ക് മാത്രമേ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്റെ ബന്ധു ആയതുകൊണ്ടും ഇത് ഞാൻ കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ടും എനിക്ക് ബ്രോക്കർ കാശ് ഒന്നും തരാതിരിക്കുന്ന വേണ്ട, ആവശ്യം പോലെ തന്നോളൂ. പിന്നെ ഗവൺമെന്റ് ജോലിക്കാരന്റെ ആലോചന ആയതുകൊണ്ട് ഈ വീടും പറമ്പും വിട്ടിട്ടാണെങ്കിലും നിങ്ങളൊക്കെ ആവശ്യത്തിലധികം സ്വർണവും കാറും ഒക്കെ കൊടുക്കുമെന്ന് ഈ അമ്മായിക്ക് അറിയാം. അല്ല അമ്മായി, അവൾക്ക് ജോലിയൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് മതി കല്യാണം എന്നാ പറയുന്നത്. ഓ, അതിപ്പോ കെട്ടിയിട്ടാണെങ്കിലും ജോലിക്ക് പോവാലോ. വേണ്ട, ഞങ്ങൾ അഴിച്ചു വിട്ട് ജോലിക്ക് കിട്ടുവോളാം അവളെ. ഈ വീട്ടിലെ പിടിച്ച ചെറുക്കനെ കൊണ്ട്. അല്ലമ്മ, എനിക്ക് പറ്റിയ ആലോചന ഒന്നും ഇല്ലയോ കയ്യില്? നിനക്കൊന്നും ഒരു കാലത്തും പെണ്ണ് കിട്ടത്തില്ലടാ. ഇനി ഏതെങ്കിലും കരയെന്ന് നിനക്ക് പെണ്ണ് കിട്ടിയാൽ തന്നെ ഞാനും എന്റെ ഗ്യാങ് കൂടെ അതങ്ങ് മുടക്കും. ഏത് ഗ്യാങ്? അയൽക്കുട്ടൻ ഗ്യാങ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാ, കഴിഞ്ഞ വിഷുവിന് എന്റെ മുറുക്കാൻ പാത്രത്തില് സമൂസയാണെന്ന് പറഞ്ഞ് നീ ഓലപ്പടക്കം കൊണ്ടേ വെച്ചിട്ട് അത് കടിച്ചെന്റെ 2 അണപ്പല്ല പോയത്. നിങ്ങളുടെ ആ എറണംകെട്ട നാക്ക് തെറിച്ചു പോകുന്ന ഞാൻ വിചാരിച്ചത്. ജസ്റ്റ് മിസ്. അമ്മ, ഇനി വെക്കാനുള്ള ഡ്രസ്സൊക്കെ ഈ പെട്ടിക്കകത്ത് വെച്ചോട്ടാ. അവളിത് എവിടെ പോകുന്നു? ഞാൻ കാനഡയ്ക്ക് പോവാ. എനിക്കിവിടെ ഹോസ്പിറ്റലിൽ ജോലി റെഡി ആയി. നാളെ ഈവനിങ് ഫ്ലൈറ്റ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, അയൽക്കൂട്ടം ഗ്യാങ് ഒന്നും പറഞ്ഞില്ല. ഇല്ല. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. വന്നങ്ങ് മുടക്കാല്ലേ എല്ലാം കൂടെ. അല്ല, നിനക്ക് എങ്ങനെ ജോലി കിട്ടി? ഞാൻ ഇൻഡോ ക്യാൻ ഓവർസീസ് വഴിയാ പോകുന്നത്. അവിടെ ഇപ്പൊ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഫോർ USA, കാനഡ ആൻഡ് ജർമ്മനി. എന്റെ മോളെ നേഴ്സാളാ, അവർക്ക് പോകാൻ പറ്റുമോ? ഏത് നഴ്സിംഗ് കോഴ്സ് ആയാലും ANM, GNM, MSc, BSc അവർക്ക് എല്ലാം പറ്റുന്ന വേക്കൻസി അവിടെ അവൈലബിൾ ആണ്. ഇതിനുള്ള കോഴ്സസിനൊന്നും വേറെ ഒരു സ്ഥലത്തും അന്വേഷിച്ചാണ് നമ്മൾ പാടുപെടണ്ട. IELTS വേണോ? അതവിടെ ഉണ്ട്. ജർമ്മൻ ക്ലാസ്സസ് വേണോ? അതും ഉണ്ട്. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും അവരത് കൊടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തു പോകാത്ത പെണ്ണ ഇനി കാനഡയിലെ എയർപോർട്ടിൽ പോയിരുന്നു തെണ്ടുന്നത് ഞാൻ കാണേണ്ടി വരും. ഫലിതം ഭയങ്കരം തന്നെ. ഫലിച്ച് കീറിഞ്ഞാൻ. അതാണമ്മ ഇവിടുത്തെ ഹൈലൈറ്റ്. എന്ത് എന്നെ വലിച്ചു കീറുന്നതാ? ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നത് മുതൽ അവിടെ ചെന്ന് ജോലിക്ക് കയറുന്ന വരെയുള്ള എല്ലാ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ അകത്ത് എയർപോർട്ട് പിക്കപ്പ് വരെ ഇൻക്ലൂഡ്. പിന്നെ അക്കോമഡേഷനിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ട്രാവൽ അസിസ്റ്റൻസ്, അതർ പേപ്പർ വർക്ക്സ് ഓൾസോ. വേറെ ഏത് ഏജൻസി കിട്ടും ഇങ്ങനെ A to Z അസിസ്റ്റൻസ്? സോ ഇൻഡോ ക്യാൻ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പോരാത്തതിന് ഇവരെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞത് കാനഡ ആൻഡ് ജർമ്മനിയിൽ റിക്രൂട്ടിംഗ് ലൈസൻസ് ഉള്ള കമ്പനിയാണ് ഇവരുടേതെന്നാണ്. പിന്നെ ജർമ്മനിയിലേക്ക് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണെന്നാ പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അയൽക്കൂട്ടം ഗ്യാങ് അറിയാത്ത വേറൊരു രഹസ്യം കൂടെ ഞാൻ പറയട്ടോ. എനിക്ക് ഓൾറെഡി ഒരു പെണ്ണുണ്ട്. അവളങ്ങ് ജർമ്മനിയില്ല. സെയിം നേഴ്സാ. നിനക്ക് പെണ്ണ് കിട്ടിയാ? കെട്ടി കഴിഞ്ഞാ? ഇല്ല. അപ്പൊ സമയമുണ്ട്. എടാ മക്കളെ, കൊച്ചിന്റെ അച്ഛനും അമ്മയും നാട്ടിലെവിടാന്നാ പറഞ്ഞേ? അച്ചോടാ, അവരൊക്കെ ജർമ്മനി സെറ്റിൽഡ് ആണല്ലോ. ഓ, ഈ വെട്ടലേക്ക് ഇനി വെടിപ്പായിട്ട് ജീവിക്കുന്നത് ഞാൻ കാണേണ്ടി വരുമല്ലോ എന്റെ തീവ്രേ.